ഹായ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആണ്. അത് ഞാൻ മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. അത് 1 കപ്പാണുള്ളത്. അതിലേക്ക് ഞാൻ 1 കപ്പ് നാളികേരവും 1/2 കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരും. അതുവരെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. 3 ഓപ്ഷൻ കാണാം. അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, മാങ്ങയെല്ലാം നന്നായിട്ട് കുഴഞ്ഞ് പകുതി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്. നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം കേട്ടോ. സ്റ്റീലിൻ്റെ ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഞാനിതാ ഇതുപോലെ ഒരു പ്ലേറ്റാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഈ പ്ലേറ്റിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം, ഇട്ട് കൊടുക്കാം. ഇനി ഇത് പ്ലേറ്റിലൊന്ന് ഇങ്ങനെ നിരത്തി കൊടുക്കാം കേട്ടോ. ചെറിയ ഉണ്ടെങ്കിൽ ചെറിയ പീസസ് ആക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വെച്ച് കൊടുക്കണില്ല. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. നല്ല ഭംഗിയുണ്ടാവും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇത് നല്ല സ്വീറ്റ് അല്ലേ. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലാ വീട്ടിലും ഉണ്ടാവും ഇഷ്ടം പോലെ പഴുത്ത മാങ്ങ. ഇത് ചൂടാകട്ടെ. അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ പാകം. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. പാൽപ്പൊടി നാളികേരമൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്